നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹയർ സെക്കൻഡറി BPL സ്കോളർഷിപ്പിന്റെ യൂട്ടിലൈസേഷൻ കൊടുക്കാൻ പറഞ്ഞ് സൈറ്റിൽ ഓൺലൈൻ ചെയ്യാനായിട്ട് സർക്കുലർ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് BPL DHC സ്കോളർഷിപ്പ് ചെയ്യേണ്ടത് scholarship.dhc.kerala.gov.in ആ സൈറ്റിലാണ് നമ്മൾ BPL സ്കോളർഷിപ്പിന്റെ വിവരങ്ങൾ എൻ്റർ ചെയ്തത്. ആ സൈറ്റിൽ തന്നെയാണ് നമുക്ക് ഇതിന്റെ യൂട്ടിലൈസേഷന്റെ വിവരങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. സർക്കുലറോടെ എടുക്കുന്നുണ്ട്. BPL സ്കോളർഷിപ്പ് 2024-25 യൂട്ടിലൈസേഷൻ ഇൻസ്ട്രക്ഷൻ ടു പ്രിൻസിപ്പൽസ്. സർക്കുലർ നമ്മൾ വന്നത് 11/3 സർക്കുലർ വന്നത്. ഇതിൽ കൃത്യമായിട്ട് എല്ലാ കാറ്റഗറി നമുക്ക് BPL സ്കോളർഷിപ്പിന് അനുവദിച്ച എല്ലാ തുകയുടെയും വിവരങ്ങൾ ഇതിൽ നമ്മൾ യൂട്ടിലൈസേഷൻ സമർപ്പിക്കണം. നമ്മൾ കഴിഞ്ഞൊരു ഓഫ്ലൈൻ ആയിരുന്നു ചെയ്തത്, ഫോമിലായിരുന്നു. ഇപ്രാവശ്യം അത് ഓൺലൈൻ മാത്രമേ ഉള്ളൂ, ഓഫ്ലൈൻ വേണ്ട. ഡിജിറ്റലായി മാത്രം സമർപ്പിച്ചാൽ മതി. ഓഫ്ലൈനായിട്ട് KFC ആ ഒരു വോളിയം ആ ഒരു ഫോം വേണ്ട, ഓൺലൈൻ മാത്രം മതി. 15/4 വരെ നമുക്ക് ഇത് സൈറ്റിൽ വിവരങ്ങളുണ്ട്. പരീക്ഷയുടെ തിരക്ക് കഴിഞ്ഞിട്ട് ചെയ്താലും മതി, എങ്കിലും നമുക്ക് സൈറ്റ് ഇത് ആക്റ്റീവ് ആണ്. വിവിധ കാറ്റഗറികളായി ചെയ്ത തുകകൾ, അതായത് ജനറൽ കാറ്റഗറി, SC ST, IED, സ്പോർട്സ്, എല്ലാ കാറ്റഗറിയും ഇതിൽ കൃത്യമായിട്ട് വെക്കണം. അത് ചെയ്തതിനു ശേഷം ഒരു പ്രിന്റ് ഔട്ട് വരും, നമ്മളത് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കണം. ആ സമയപരിധിക്കുള്ളിൽ തന്നെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അക്കാദമിക് ഡയറക്ടറുടെ നിർദ്ദേശമാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുക നോക്കാം. നമ്മൾ ഈ സ്കോളർഷിപ്പിന്റെ സൈറ്റിൽ സ്കോളർ ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് ഉണ്ട്, 2 ലിങ്ക് ഉണ്ട്. സ്കോളർഷിപ്പ് യൂട്ടിലൈസേഷൻ ഫസ്റ്റ് ഇയർ, സ്കോളർഷിപ്പ് യൂട്ടിലൈസേഷൻ സെക്കൻഡ് ഇയർ. നമ്മൾ ഫസ്റ്റ് ഇയറിന് ഓൾറെഡി ചെയ്തു, സെക്കൻഡ് ഇയറിന് ചെയ്യുകയാണ്. നമ്മളിങ്ങനെ ഒരു വർഷത്തെ എങ്ങനെയാണ് ചെയ്യുക നോക്കാം. നമ്മൾ ജസ്റ്റ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ കുട്ടികളുടെ പേര് വന്നു. ഇവിടെ UTR നമ്പർ കൊടുക്കണം, UTR ഡേറ്റ് കൊടുക്കണം. phase 1 ആണ് വന്നത്, phase 2 ആണെങ്കിൽ phase 2 കാണിക്കും. നമുക്ക് ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ UTR നമ്പർ എങ്ങനെ കൊടുക്കാൻ നോക്കാം. ഈ ബില്ല് നമ്മൾ 2ാം വർഷ കുട്ടികളുടെയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ബിംസ് തുറക്കുക. ബിംസിൽ ക്ലർക്ക് ലോഗിൻ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഈ സ്കോളർഷിപ്പ് പേയ്മെന്റ്. 2ാം വർഷം സ്കോളർഷിപ്പ് പേയ്മെന്റ് 18/10 നമ്മൾ ട്രഷറി ബില്ല് കൊടുത്ത ബില്ലാണ്. ഈ ബിംസിന്റെ ബിൽ സ്റ്റാറ്റസ്, ബിൽ സ്റ്റാറ്റസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു എമൗണ്ട് 11 എൻകാഷ് ചെയ്തു. നമ്മളിവിടെ ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടികളുടെ വിവരങ്ങളും അവരുടെ UTR നമ്പർ, TRN നമ്പർ അല്ല നമുക്ക് ഇതിൽ കൊടുക്കേണ്ടത്, UTR നമ്പറാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് കുട്ടികളുടെ പേരും കിട്ടും, ഈ UTR നമ്പർ ഈ ഒരു ഇതിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈറ്റ് തുറക്കുക. DHC സ്കോളർഷിപ്പിൽ ഈ കുട്ടിയുടെ പേര് നോക്കുക. നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി, ടൈപ്പിങ്ങിലൊന്നും എറർ വരാതിരിക്കാൻ ഈ കുട്ടിയുടെ പേര് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കി കുട്ടിയുടെ പേര് നോക്കുക. കുട്ടിയുടെ പേര് ഓക്കെയാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് ഇത് കോപ്പി എടുക്കുക, ഇതിൽ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടൈപ്പിംഗ് എറർ വരാൻ ഒരു സാധ്യതയില്ല. ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ദെൻ സബ്മിറ്റ് ചെയ്യുക. സക്സസ്ഫുള്ളി സബ്മിറ്റഡ് വന്നു. ഇനി അടുത്ത കുട്ടിയുടെ പേര് നോക്കുക. ആ കുട്ടിയുടെ പേരിന് നേരെയുള്ള UTR നമ്പർ എടുക്കുക, കോപ്പി എടുക്കുക. കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ടൈപ്പ് ചെയ്ത് തെറ്റേണ്ട ഒരു സാഹചര്യം ഇല്ല. നമുക്കിത് സൈറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സബ്മിറ്റ് ചെയ്തു, സക്സസ്ഫുള്ളി. നമ്മൾ 3ാമത്തെ കുട്ടിയുടെ നോക്കുക, പേര് നോക്കുക, ഉറപ്പ് വരുത്തിയതിനു ശേഷം ഇങ്ങനെ ഓരോ ബില്ലും നമ്മൾ കോപ്പി ചെയ്ത് 3 അലോട്ട്മെന്റ് ഉണ്ടെങ്കിൽ 3 അലോട്ട്മെന്റ് നമ്മൾ ഇതിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. എല്ലാത്തിൻ്റെയും ഡാറ്റ ഇതിൽ എൻ്റർ ചെയ്യണം. എല്ലാ കാറ്റഗറി, അതായത് ജനറൽ കാറ്റഗറി, IED, SC ST ഇത്രയും എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡാറ്റ എൻട്രി വന്നു. ടോട്ടൽ എമൗണ്ട് ഡിസ്ബേഴ്സ്ഡ് phase 1 മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ phase 1 ടോട്ടൽ എമൗണ്ട് കൊടുത്തു. ഇത് ഏതെങ്കിലും കുട്ടികൾക്ക് നമ്മൾ സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സറണ്ടർ എമൗണ്ട്, അതായത് നമുക്ക് അനുവദിച്ച തുക 15,000 നമുക്ക് അനുവദിച്ചു, 15,000 വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് സറണ്ടേഡ് 0. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഇംപ്രൂവ്മെന്റിന് മാർക്കില്ലാത്തത് മൂലം ഒരു കുട്ടിയുടെ വിതരണം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വിതരണം ചെയ്ത 10,000, സറണ്ടർ ചെയ്ത് 5,000. അപ്പോൾ ആ സറണ്ടറിന്റെ ഇത് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കേണ്ടി വരും. നമുക്ക് സറണ്ടർ ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. phase 2 നമുക്ക് പൈസയൊന്നുമില്ല, phase 2 സറണ്ടർ ഒന്നും ചെയ്തിട്ടില്ല. സാങ്ഷൻ ഓർഡർ, നമുക്ക് ഇതിന്റെ സാങ്ഷൻ ഓർഡർ കിട്ടണം.
നമ്മൾ നേരത്തെ ഈ ബില്ല് നോക്കി, ഈ ബില്ല് നമ്മൾ കൊടുത്ത ഡേറ്റ് നോക്കി, ഇതിൻ്റെ ഇത്രയും കൂടി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബില്ല് കാണാനായിട്ട് സാധിക്കും. ഈ ബില്ല് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് ബില്ല് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഓർഡർ നമ്മൾ അന്ന് കൊടുത്തിട്ടുണ്ടാവും. ഈ ഓർഡർ ഇവിടെ നിന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാം. അത് ഓരോന്നാണെങ്കിലും ഏതാണെങ്കിലും അതിൻ്റെ ഓർഡർ നമുക്ക് ഇതിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഫേസ് SCSTയുടെ ഫേസിൽ 1 വന്നിട്ടുണ്ടോ? ഫേസ് 1ൽ 0 ആണ്. ഓർഡർ ഇല്ല. നമുക്ക് പൈസ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ കൊടുക്കണം. ഫേസ് 2ൽ ഒന്നുമില്ല, ഓർഡർ ഇല്ല. SCST കുട്ടികൾക്ക് വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഡീറ്റെയിൽസ് കൊടുക്കണം. ആർട്സ് ആൻഡ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എമൗണ്ട് കൊടുക്കുക. എമൗണ്ട് സറണ്ടർഡ് ഇല്ല. ഫേസ് 2ൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. എമൗണ്ട് സറണ്ടർഡ്. ഇത് വിവരങ്ങളുള്ളവരൊക്കെ കൊടുക്കുക. നമുക്ക് നോർമലി ഇതിൽ വിവരങ്ങളൊന്നും നമുക്ക് കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഇഷ്യൂ ഇല്ല. ഓക്കെ. ഇനി സറണ്ടർഡ് ചലാൻ നമ്പർ നമുക്ക് സറണ്ടർ ചെയ്തിട്ടില്ല. ഡേറ്റ് കൊടുക്കുക. നമുക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് കൊടുക്കുക. നമുക്ക് സറണ്ടർ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ആ ഡേറ്റ് 0 കൊടുത്താൽ മതി. നമുക്കിതിപ്പോൾ ഈ കൈൻഡ്സ് ഓഫ് ചെക്ക് എങ്ങനെയാണ് നമ്മൾ വെരിഫൈ ചെയ്തത്? DHSC സ്കോളർഷിപ്പ് പോർട്ടൽ വെരിഫൈ ചെയ്തു, ബിംസ് അലോട്ട്മെന്റ് വെരിഫൈ ചെയ്തു, ക്രെഡിറ്റ് സ്റ്റാറ്റസ് ഇൻ ട്രഷറി, ഈ 3 കാര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്തു. അതാണ് പൂർത്തിയായി. ഞാൻ കൺഫേം, നമ്മൾ കൺഫേം കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ നേരത്തെ സർക്കുലർ പറഞ്ഞ പോലെ യൂട്ടിലൈസ് സർട്ടിഫിക്കറ്റ് ഇവിടെ കിട്ടും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നു. നമ്മൾ കൈൻഡ്സ് ഓഫ് ചെക്ക് എക്സിസ്റ്റഡ് ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഫയൽ ചെയ്ത് സൂക്ഷിക്കുക. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.